Hi friends, this is Achu and welcome to my YouTube channel Life Notes by Achu. ഇത് നമ്മൾ ഞങ്ങളുടെ വീട്ടിലെ സപ്പോട്ടക്കയിലെ ചിക്കുവിൻ്റെ ഹാർവെസ്റ്റിംഗ് ആണ് കേട്ടോ കാണാൻ പോകുന്നത്. എൻ്റെ വീടിൻ്റെ പിറക് സൈഡിലായിട്ട് ഒരു സപ്പോട്ടയ്ക്ക മരമുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല വലിയൊരു മരമാണ്. വലിയ മരം എന്ന് വെച്ചാൽ നിറയെ ശാഖകളൊക്കെ ആയിട്ട് നിറയെ സപ്പോട്ടയൊക്കെ ആയിട്ട് ഉള്ളൊരു മരമാണ്. അപ്പം കുറേയൊക്കെ അങ്ങ് വവ്വാല് കൊണ്ടുപോകും, കുറേയൊക്കെ നമുക്ക് കിട്ടും, പക്ഷെ പഴുത്ത് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പച്ച പിച്ചി വെച്ചിട്ട് അതിനെ പഴുപ്പിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടി, ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ടെറസിലാണ് നിൽക്കുന്നത്. ഞാനും അമ്മയും കൂടി ഇപ്പോൾ ടെറസിലേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ സപ്പോട്ടയ്ക്കൊക്കെ കുറച്ച് നിറച്ച് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ സപ്പോട്ട മരവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇനി ഞങ്ങളുടെ സപ്പോട്ട മരം കാണണ്ടേ? വാ. ഇത് ഈ പുറകിൽ കാണുന്നതാണ് ഞങ്ങളുടെ സപ്പോട്ട മരം. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സപ്പോട്ട മരം. ഇതിപ്പോൾ നമ്മളുടെ ടെറസിലോട്ട് വീണ് കുറച്ച് ഈ ഒരു ബ്രാഞ്ച് കുറേ വളർന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ടെറസിൽ നിന്നാൽ മതി പിച്ചാനായിട്ട്. അത്യാവശ്യം താഴെയാണ്. ഞാനും കേശവട്ടനും ഞങ്ങളുടെ ഒരു വീഡിയോയിൽ അരിയും കൂട്ടാനും കളിക്കുന്നത് ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പം അത് അപ്പോഴേ കാണാൻ പറ്റും. നോക്കി നിറഞ്ഞ അത്യാവശ്യം വലിയൊരു ശാഖയിൽ നിറയെ ഒരു കണ്ട ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവ നിറച്ച് കായുണ്ട്. പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിനകത്ത് പഴുത്തിട്ട് കായൊന്നും കിട്ടത്തില്ല കേട്ടോ. എല്ലാം വവ്വാല് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പച്ച പിച്ച് വെച്ചിട്ട് വേണം ഇത് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തില്ല. അതെ, പച്ച പിച്ച് വെച്ചിട്ട് വേണം നമുക്ക് എന്താ പറയുക, ഇതിനെ പഴുപ്പിച്ചിട്ട് കഴിക്കാനേ പറ്റത്തുള്ളൂ. ഇതേ നോക്കി ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, സപ്പോർട്ടൊക്കെ നിൽക്കുന്നുണ്ട്. വലുതും ചെറുതും എല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. വലുതും ചെറുതും എല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ നല്ല ഈ ഒരു മരം നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്റൂമിന് സൈഡിലായിട്ട്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ആ ഒരു ബെഡ്റൂമിൽ നല്ല തണുപ്പാണ് കേട്ടോ. അധികം ചൂടൊന്നും അടിക്കാതെ അങ്ങനെ ഒരു ഹെൽപ്പും കൂടി ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വല കാണുമ്പോൾ നിങ്ങൾക്കൊരു ഞെട്ടലുണ്ടാകും, എന്താ ഈ സംഭവം എന്ന്. ഇത് ഞങ്ങളുടെ അച്ഛൻ വവ്വാലിൽ നിന്ന് സപ്പോർട്ടൊക്കെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വല ഇട്ടതാണ്. ഇതെന്താ ഇങ്ങനെ ഇട്ടെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കിടന്നതായിരുന്നു. ഇതിപ്പം മഴയത്തിൽ ഇതിങ്ങനെ പോയതാണ്, കാറ്റിലും മഴയിലും പെട്ട് വല മാറിപ്പോയതാണ്. ദേ അമ്മ സപ്പോട്ടയ്ക്ക് പിച്ചി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ദേ കണ്ടോ, ദേ അമ്മ പിച്ചി തുടങ്ങിയിട്ടുണ്ട്. സപ്പോട്ടയ്ക്ക് ഇങ്ങനെ പിച്ചിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൊത്തം സപ്പോട്ടയ്ക്ക് പിച്ചി കഴിഞ്ഞിട്ട് എത്രത്തോളം സപ്പോട്ടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്തോട്ട് കയറി നിന്ന് പിച്ചേണ്ട അവസ്ഥയാട്ടോ. അകത്തൊക്കെ കുറേ നിൽക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഒന്നും കയ്യിൽ പിച്ചാൻ പറ്റുന്നില്ല. കൈ കൊണ്ട് പിച്ചാൻ പറ്റില്ല. കൈ കൊണ്ട് പിച്ചാൻ പറ്റുന്നത് മാത്രമേ നമ്മളിപ്പോൾ പിച്ചുന്നുള്ളൂ. എന്നാലും നമുക്ക് ബാക്കി എത്രയും കൂടെ കിട്ടുന്നു. അങ്ങനെ ആ സാഹസം അവസാനിച്ചിട്ടുണ്ട്. ഞാനും അമ്മയും കൂടി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സപ്പോർട്ടൊക്കെ പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഞങ്ങൾ പിച്ചാൻ വന്നപ്പോഴത്തേക്ക് ഏകദേശം 6:30 സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മണി കഴിഞ്ഞു ഞങ്ങൾ പിച്ചാൻ വേണ്ടി വന്നപ്പോൾ. ഈ പ്രകാശം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കാണാൻ പറ്റുന്നതും നമ്മുടെ കൈ എത്തുന്നിടത്ത് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ളത് ഞാനും അമ്മയും കൂടി കഷ്ടപ്പെട്ട് പിച്ചിട്ടുണ്ട്. കാണണ്ടേ? ഇതാണ് ഞങ്ങൾ പിച്ചി എടുത്ത് ഞങ്ങളുടെ എന്താ പറയുക സപ്പോർട്ടയ്ക്ക. ഇത് കണ്ടോ, ഇത് കുറേ ഉണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് പച്ചയും, അതായത് പച്ച മീൻസ് വിളയാൻ പെട്ടെന്ന് വിളയാൻ പാകത്തിനുള്ളതും വിളഞ്ഞതും ഒക്കെ ഈ കൂട്ടത്തിലോട്ട് കേട്ടോ. ഇതിൽ 1-2 എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ഞളങ്ങി പോയത്. ഇതൊക്കെ ഞളങ്ങിപ്പോയത്, ഇതൊക്കെ പഴുത്തതാണ് കേട്ടോ, വിളഞ്ഞതാണ്, നമുക്കിപ്പം കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഈ ഇത്രയും എണ്ണത്തിനകത്ത് പഴുത്തത് കൊണ്ട്, അതായത് നമുക്ക് പിച്ചി വെച്ചാൽ പഴുക്കാൻ സാധ്യതയുള്ള വിളഞ്ഞ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇതിൽ നിന്ന് എങ്ങനെ വിളഞ്ഞതും പഴുത്തതും ഒക്കെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ ഇത് നോക്കി, നമ്മൾ പിച്ച പലതിനും കറയുണ്ടായിരുന്നു കേട്ടോ. ദേ കറ ഉണ്ടോ? കറയുണ്ട്. ഇവിടെയൊക്കെ കറ ഉണ്ട്. ഇതേ കറയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളത് നോക്കിയിട്ടാണ്, വലിപ്പമുള്ളത് വെച്ചിട്ടാണ് ഇത് വിളഞ്ഞ് കാണുമെന്ന് നമ്മൾ വിളയാൻ സാധ്യതയുണ്ടെന്ന് അനുമാനിക്കുന്നത്. വെറും പിഞ്ചല്ലെന്ന് കണക്കാക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതിന് തീരെ കറയില്ല. അത് മാത്രമല്ല ഇത് ഞെക്കുള്ളതുകൊണ്ട്, ഇത് ഞെക്കുള്ളുന്ന ഒരു സപ്പോട്ടക്കയും കൂടിയാണ്. അതുപോലെ വേറൊരെണ്ണമുണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പിച്ചിക്കൊണ്ടിരിക്കുമ്പം തൊടുമ്പം തന്നെ താഴെ വീണ് പൊളിഞ്ഞ് കണ്ടോ. ഇത് കണ്ടോ, ഇതങ്ങനെ താഴെ വീണ് ചളങ്ങിപ്പോയതാണ്. കണ്ടോ, നല്ല പഴുത്തതാണേ. അത് നോക്കി, അതിന് തൊട്ടും കറയില്ല. കറയില്ലാത്തതൊക്കെ ഈ പറഞ്ഞതുപോലെ വിളഞ്ഞത്. അപ്പം നമുക്കിപ്പം താഴെ കൊണ്ടുപോയി കഴിക്കാൻ പാകത്തിനുള്ളത് ഇത്. കറയില്ല. അയ്യോ, ഇതെന്തോ പറ്റിയതെന്തോ. ഓക്കെ, ഇതെന്തോ പിച്ചപ്പഴങ്ങാണ്ട് പോയതാണ്. ഇതൊന്നും വവ്വാല് തൊട്ടിട്ടില്ല കേട്ടോ. വവ്വാല് തൊടാത്തതൊക്കെയാണ്. പിന്നെ വേറൊരെണ്ണമെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ മുള്ള് കണ്ടോ. ഈ മുള്ള് വിളയാറാകുമ്പോഴേക്കും ഈ മുള്ള് അടന്നു പോവും, പെട്ടെന്ന് അടന്നു പോകുന്ന ടൈപ്പാണ്. ഇത് 1-2 മുള്ള് നിൽക്കുന്നുണ്ട്, ഇപ്പോഴും മുള്ള് പോകാതെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ മുള്ളുള്ളതിനേക്കാളും വിളയാറാകുമ്പോഴത്തേക്ക് ഈ സപ്പോട്ടക്കയുടെ മുള്ള് കണ്ടോ, ഈ മുള്ളങ്ങ് ഇളകിപ്പോവും. ഇതിപ്പോൾ നമ്മൾ തൊടുമ്പം തന്നെ മുള്ള് ഇളകി പോകുന്നുണ്ട്. അപ്പോൾ അത് വിളയാറായി എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. പിന്നെ എന്തുവായിരുന്നു നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്? പിന്നെ ഈ നിറം കണ്ടോ, നിറ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ പച്ചയാണെങ്കിൽ പച്ചയെ അപേക്ഷിച്ച് വിളഞ്ഞതിൻ്റെ പുറത്തുള്ള പരുപരുപ്പ് കുറവായിരിക്കും എന്നാണ് അമ്മ പറയുന്നത്. ഞാൻ പറയില്ല, അമ്മ ഒരു സൂപ്പർ ഗാർഡനറാണ്. അമ്മയ്ക്ക് എല്ലാ ചെടിയുടെ എല്ലാ വിശേഷങ്ങളും അറിയാം. അപ്പം അമ്മയൊരു എൻസൈക്ലോപീഡിയ എന്ന് തന്നെ പറയാം. അടുത്തത് അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ, നമ്മൾ നഖം കൊണ്ട് ഇങ്ങനെ പോറി നോക്കുമ്പോൾ ഇത് കണ്ടോ, കണ്ടോ, ലൈറ്റ് ഗ്രീൻ ആണ്. ഇത് മാറി ഡാർക്ക് ഗ്രീൻ ആണ്. ചെറിയ കറ വരുവാണെങ്കിൽ അത് പച്ചയാണ്, പിക്ചറായതല്ലെന്നാണ്. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പൂട്ടിക്കെട്ടി ഞങ്ങൾക്ക് എന്താ പറയുക, താഴേക്ക് പോകണം. ഇപ്പം ഈ വിളഞ്ഞത് ഇപ്പം കഴിക്കാൻ പറ്റുന്നതിനെയൊക്കെ ഇപ്പം ഞങ്ങൾ ശരിയാക്കും. ബാക്കിയൊക്കെ നമ്മൾ അടുക്കളയിൽ ചാക്കിൽ കൊണ്ടുവച്ച് പഴുപ്പിച്ചിട്ട് പഴുക്കുന്നതിൻ്റെ മുറയ്ക്ക് ഞങ്ങളെല്ലാം എടുത്ത് കഴിക്കും. പിന്നെ ഇത്രയും ചിക്കും കൂടെ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ ഉള്ളവരെല്ലാം ചിക്കു കൊതിയന്മാരാണ് കേട്ടോ. എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല, എങ്കിലും ഞാനും 1-2 കഴിക്കും. അതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ഞാനൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ചിക്കു ഫാൻസാണ്, സപ്പോട്ടയ്ക്ക ഫാൻസാണ്. അപ്പോൾ ഇത് പഴുക്കുന്നതിനനുസരിച്ച് ആരെങ്കിലും കയറി ഇറങ്ങി തിന്നും. എന്നിട്ടും ഒത്തിരി അങ്ങ് ഒരുമിച്ച് പഴുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഷേക്ക് അടിച്ചു കുടിക്കാറുണ്ട്, ചിക്കു ഷേക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചിക്കു ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.